ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ടേഴ്സ്. ഞാൻ മിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ടുവാർഡ്സ് എ 100-fold ഈൽഡ് അല്ലെങ്കിൽ വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും എന്ന് പറഞ്ഞ 2 ടോപ്പിക്സ് ആണ് മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വെറും 5 മിനിറ്റ് കൊണ്ട് ആ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും, മിസ് കോഡ് വഴി പഠിപ്പിച്ചെടുക്കും. റെഡി? ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് അല്ലെങ്കിൽ സങ്കരയിനം വിത്തുകൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ 5 ഹൈബ്രിഡ് സീഡ്സ് ആണ് പഠിക്കാനുള്ളത്. എങ്ങനെയൊക്കെ ഓർക്കണം, എങ്ങനെയൊക്കെ ഓർമ്മിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം മിസ് പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോ, ഒന്നാമത് മുളക് അഥവാ ചില്ലി അല്ലേ. അപ്പൊ മുളക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു തീ പോലെ നമുക്ക് എരിയും അല്ലേ. അപ്പൊ തീന്റെ മറ്റൊരു പേരാണ് ജ്വാല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മുളകിന്റെ സങ്കര ഇനത്തില് ഉജ്ജ്വല അല്ലെങ്കിൽ ജ്വാലാമുഖി, ജ്വാല എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാവും. ഇംഗ്ലീഷും സെയിം തന്നെയാണ്, ഉജ്ജ്വല ജ്വാലാമുഖി. മുളകിന്റെ ജ്വാല എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാകും. ഓക്കെ, പയർ ഓർമ്മിക്കാൻ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. പയറ് പോലത്തെ ജ്യോതികക്ക് എന്തൊരു ഭാഗ്യമാണ്. പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അതായത് പി ജ്യോതിക ഭാഗ്യലക്ഷ്മി. ജസ്റ്റ് കോഡിനാട്ടോ. പയറ് പോലത്തെ ജ്യോതികക്ക് എന്തൊരു ഭാഗ്യമാണ്. ഓക്കെ, മൂന്നാമത്തത് നെല്ല് അല്ലെങ്കിൽ പാഡിയാണ് അല്ലെ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. പവിത്രന്റെ അന്നം നെല്ലാണ്. ഒരുമിച്ച് പറഞ്ഞോ, പവിത്രന്റെ അന്നം നെല്ലാണ്. പവിത്ര, അന്നപൂർണ, പേടി. പവിത്രന്റെ അന്നം നെല്ലാണ്. ഓക്കെ, ദെൻ തെങ്ങിൽ എപ്പോഴും എന്ത് വേർഡ് ഉണ്ടാകും? ചന്ദ്ര 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 എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഉണ്ടാകും. തെങ്ങുമ്മ കയറുന്നത് ചന്ദ്രേട്ടനാണ് എന്ന് ഓർമ്മിച്ചാൽ മതി. തെങ്ങിന്റെ ആ ഒരു സങ്കരയിനം വിത്തില് എപ്പോഴും എന്തുണ്ടാകും? ഒരു വേർഡ് ഉണ്ടാകും, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ഓക്കെ, ദെൻ വെണ്ട അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ. സൽകീർത്തി, കിരൺ. ആ സൽകീർത്തി ആയ കിരണിനെ നമുക്ക് വേണ്ട എന്ന് ഓർമ്മിച്ചാൽ മതി. വേണ്ട, വെണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് കോഡ് മാത്രമായിട്ടൊന്ന് പറയാം. മുളക്, ജ്വാല എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാകും, ഉജ്ജ്വല, ജ്വാലാമുഖി. പയറ് എന്താ? പയറ് പോലത്തെ ജ്യോതികക്ക് എന്തൊരു ഭാഗ്യമാണ്. നെല്ല്, പവിത്രന്റെ അന്നം നെല്ലാണ് അല്ലെങ്കിൽ പവിത്രന്റെ അന്നം പേടയാണ്. ദെൻ തെങ്ങില് ചന്ദ്ര എന്നുള്ള ഒരു വേർഡ് ഉണ്ടാകും, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ദെൻ വെണ്ട, സൽകീർത്തി ആയ കിരണിനെ നമുക്ക് വേണ്ട. ഓക്കെ, ഇപ്പൊ നിങ്ങളെ ഹൈബ്രിഡ് സീഡ്സ് അല്ലെങ്കിൽ സങ്കരീനം വിത്തുകൾ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഓപ്ഷൻസ് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് സെറികൾച്ചർ അല്ലെ. സെറികൾച്ചർ എന്ന് പറഞ്ഞാല് പട്ടുനൂൽ പുഴുവിനെ വളർത്തലാണ്. അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കുക, അതായത് പട്ട് സാരി എന്ന് ഓർമ്മിക്കുക. പട്ടുനൂൽ പുഴു, സെറികൾച്ചർ. പട്ട് സാരി, പട്ടുനൂൽ പുഴു, സെറികൾച്ചർ. അടുത്തത് ഫ്ലവറിനെ വളർത്തലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവർ പുഷ്പ കൃഷി ആണെങ്കിൽ ഫ്ലവറിനെ നമുക്ക് ഫ്ലോറി എന്ന് കണക്ട് ചെയ്തൂടെ അല്ലേ. ഫ്ലവറിനെ നിങ്ങൾക്ക് എന്ത് കണക്ട് ചെയ്യാം? ഫ്ലവറിനെ നിങ്ങൾക്ക് ഫ്ലോറി എന്ന് കണക്ട് ചെയ്യാം. ഫ്ലോറി അല്ലെ. ഫ്ലവറിനെ വളർത്തൽ എന്താണ്? ഫ്ലോറികൾച്ചർ ആണ്. അടുത്തത് എപ്പികൾച്ചർ, തേനീച്ച വളർത്തൽ. തേനീച്ച കുത്തിയാൽ അപ്പോന്ന് പറയൂലേ. എപ്പികൾച്ചർ, തേനീച്ച വളർത്തൽ. അടുത്തത് എന്താ? പിസികൾച്ചർ, മത്സ്യകൃഷി. ഫിഷ്. നോക്കിക്കടാ, ഫിഷ് അതുപോലെ തന്നെ പിസ്. ഇങ്ങനെ കണക്ട് ചെയ്തൂടെ? പിസികൾച്ചർ, ഫിഷ് അല്ലെങ്കിൽ മത്സ്യകൃഷി. അടുത്തത് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്, കന്നുകാലിയെ വളർത്തൽ. അതിൽ വലിയ കോഡൊന്നും മിസ്സിന് കിട്ടിയിട്ടില്ല, നിങ്ങൾ അങ്ങനെ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ. പിന്നെ പൗൾട്രി ഫാമിംഗ്, കോഴിക്കൃഷി മാത്രമല്ല കേട്ടോ, നമ്മള് പക്ഷികളെ വളർത്തുക, ബേർഡ്സ് കേട്ടോ. പക്ഷികളെ വളർത്തുന്നതിനും നമ്മൾ എന്താ പറയാ? പൗൾട്രി ഫാമിംഗ് തന്നെയാ പറയാ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാകും? യെസ്, USS ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ USSന് പക്ഷികളെ വളർത്തുക എന്നായിരിക്കും ചോദിക്കേണ്ടാവുക. പൗൾട്രി ഫാമിംഗ്. അടുത്തത് മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? കൂൺ വളർത്തൽ. അതൊക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ ക്യൂണികൾച്ചർ, മുയൽ വളർത്തൽ. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കണം, എന്താണ്? മുയൽ അഥവാ റാബിറ്റ് വളരെ ക്യൂട്ടാണ്. എന്താ? ക്യൂണികൾച്ചർ, മുയൽ വളർത്തലാണ് കേട്ടോ, ക്യൂണികൾച്ചർ. ഓക്കെ, അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാം. അതായത് ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്, പിന്നെ അല്ലെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്റർ. ഇതൊക്കെ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ മിസ് ആപ്പിൽ അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കോഡായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ജൂലൈ 26 നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ജൂൺ 26 നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ, ജൂൺ 26. അപ്പൊ ഇനി ആകെ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും? ഒന്ന് മാത്സ് ഫൗണ്ടേഷൻ ഫ്രീ ആയിട്ട് കിട്ടും, ദെൻ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ഫ്രീ ആയിട്ട് കിട്ടും, പ്ലസ് USSും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ഇതാണ് കേട്ടോ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് നമ്മളെ കമന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു കമന്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലിങ്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് മിസ്സിന്റെ ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.